സഹോദരന്മാരെ, ഈ ഉസ്താദിന് എന്തോ ഒരു കാര്യം പറയാനുണ്ട്, അതൊന്ന് കേട്ടോക്കാം. പള്ളീന്റെ ഉള്ളിലേക്ക് ഷൂ ഇട്ടിട്ട് വന്നതാണ് ഇപ്പം പലർക്കും പ്രശ്നം. പോലീസിനെ ഉപദേശിക്കാൻ നടക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, പോലീസ് അവിടെ ചോറ് പണിക്കാൻ വന്നൊന്നല്ല. പോലീസ് ആ പള്ളിയെ ബഹുമാനിക്കുകയും. ഉസ്താദ് പറയുന്നത് കേട്ടല്ലോ, വടകരക്കടുത്തുള്ള കണ്ണൂക്കരക്കടുത്തുള്ള പള്ളിയിൽ ഇരു വിഭാഗങ്ങൾ ചേരി തിരിഞ്ഞിട്ട് അടിയുണ്ടായി. അവിടെ പോലീസ് വന്നിട്ട് ലാത്തി ചാർജ് നടത്തി. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോൾ ഉസ്താദിനെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് പറയുക, പോലീസ് ആടി എന്നാ ചെയ്യേണ്ടത്, മഹലിലുള്ള നാട്ടുകാർ അടികൂടുമ്പോൾ പോലീസ് അവിടെ ചോറ് വാങ്ങാൻ വേണ്ടി വന്നതല്ല എന്നാണ് ഉസ്താദ് പറയുന്നത്. അത് ഉസ്താദിന്റെ മാത്രം അഭിപ്രായമല്ല, ഉസ്താദിനെ പോലെ പലരും ഇതേ അഭിപ്രായം പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ സംസാരം കേൾക്കുമ്പോൾ ചില സമയത്ത് ചിലർക്ക് തോന്നിപ്പോകും, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ളവർക്ക് തോന്നിപ്പോകും, ഇത് കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പള്ളിയിൽ മഹല്ലിൽ ഇരു വിഭാഗങ്ങൾ ചേരി തിരിഞ്ഞിട്ട് അടികൂടുന്നതാണെന്ന് തോന്നിപ്പോകും. എന്നാൽ അങ്ങനെയല്ല. കേരളത്തിൽ പലപ്പോഴുമായിട്ട് പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും പള്ളികളിൽ ഇരു വിഭാഗങ്ങളും മൂന്ന് വിഭാഗങ്ങളെല്ലാം ചേരി തിരിഞ്ഞിട്ട് അടികൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് 1989 കാലഘട്ടത്തിന് ശേഷം കേരളത്തിലെ 100% തന്നെ പറയാം, ഏതായാലും 90% മഹല്ലുകളും അശാന്തമായിട്ടായിരുന്നു മുന്നോട്ട് പോയത്. പല പള്ളികളിലും പല രൂപത്തിലുള്ള അക്രമങ്ങൾ നടന്നിട്ടുണ്ട്, കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ നിസ്കരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് പള്ളിനുള്ളിൽ പിന്നിലൂട്ട പോയിട്ട് കുത്തിക്കൊന്നിട്ടുണ്ട് കേരളത്തിലെ പള്ളിയിൽ നിന്ന്. അതേപോലെ ഒരു മനുഷ്യന് ഹൗദിൽ നിന്ന് കുയ്യാവുക, മറ്റേ നിന്നിട്ടല്ല, ആ കുയ്യാവ് നിന്ന് ഒതുകൊടുത്തോണ്ട് നിൽക്കുമ്പോൾ ബേക്കിലൂട്ട വന്നിട്ട് ചവിട്ടിയിട്ട് ഹൗദിൽ കുത്തി താത്തിട്ട് അങ്ങനെ കൊന്നിട്ടുണ്ട് കേരളത്തിലെ ഒരു പള്ളിയിൽ നിന്ന്. ഇങ്ങനെ തുടങ്ങിയിട്ട് പള്ളികളിൽ അശാന്തമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ആ സമയങ്ങളിൽ കേരളം ഭരിച്ചിരുന്നത് UDF ഇടതുപക്ഷവും രണ്ട് വിഭാഗങ്ങൾ ഭരിക്കുന്ന സമയത്തെല്ലാം പല മഹല്ലുകളിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതേപോലെ ഈ പള്ളിയിൽ നടന്നതുപോലെ പോലീസ് അതിക്രമം ഒരു പള്ളിയിലും നടന്നിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പോലീസ് സൂട്ടുവിട്ട് പള്ളിനുള്ളിൽ കയറിയിട്ട് നരനായാട്ട് നടത്തിയ ചരിത്രം കേരളത്തിലില്ല. തമിഴ്നാട്ടിലോ കർണാടകയിലോ ഉത്തർപ്രദേശിലോ കേരളത്തിന് പുറത്തുള്ള ഇതര സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും. എന്നാൽ അതേപോലെ കേരളത്തിലെ ഒരു സ്ഥലത്ത് ഒരു പള്ളിയിലും കേരളത്തിൽ നടന്നിട്ടില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ കാലഘട്ടത്തിൽ പലരും കേരളം ഭരിച്ചിട്ടുണ്ട്, പല രൂപത്തിലുള്ള അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഈ പറയപ്പെടുന്ന പള്ളിയിൽ ആ പള്ളിയിലെ വീഡിയോകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുന്നുണ്ട്. അവിടെ യുദ്ധസമാനമായ ഒരു പ്രശ്നവും അവിടെ നടന്നിട്ടില്ല. പോലീസിന്റെ അതിക്രമം നടത്തേണ്ട അവിടെ ആവശ്യം വരുന്നില്ല. പോലീസിന് കൃത്യമായി പുറത്തുനിന്ന് തന്നെ ഉപദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്ന പ്രശ്നമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. പോലീസ് ധൃതി വെച്ചിട്ട് പള്ളിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ ലാത്തി ചാർജ് വീശേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. അവിടെ ഒട്ടാകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വന്നു കഴിഞ്ഞാൽ 25, 30 പോട്ട് 50 ആള്, അല്ലെങ്കിൽ പോട്ട് 100 ആളെന്നെ കൂട്ടിക്കോ. ഈ പള്ളിന്റെ ഉള്ളിലുള്ള തർക്കങ്ങൾ അവർ തന്നെ പരിഹരിക്കും. ചിലപ്പോഴെന്ത് ചെയ്യൂ, പോലീസ് പുറത്തുനിന്ന് നിയന്ത്രിച്ചാൽ മതി. പോലീസ് എന്ത് ചെയ്ത് ധൃതി കൂട്ടി പള്ളിനുള്ളിലേക്ക് കയറിപ്പോയി. അവിടെയാണ് വിഷയം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളെപ്പോലെയുള്ള ഈ ഉസ്താദിനെ പോലെയുള്ള പലർക്കും അത് മനസ്സിലാകുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗിന്റെ നേതാവായ പാറക്കൽ അബ്ദുള്ളക്ക് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് പറഞ്ഞു തന്ന ആ അതിക്രമം, പോലീസ് പള്ളിനുള്ളിൽ കയറി നടത്തിയ അതിക്രമം ശരിയായിട്ടില്ല, അതിനെക്കുറിച്ച് അന്വേഷണം വേണം, ആ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാണ് ആര് പറഞ്ഞ? മുസ്ലിം ലീഗിന്റെ MLA പാറക്കൽ അബ്ദുള്ള. അതേപോലെ മുസ്ലിം ലീഗിന്റെ മറ്റൊരു നേതാവ് ജബ്ബാറാജി പറഞ്ഞു തന്ന ഇതിനെതിരെ നടപടി വേണമെന്നാണ്, ആ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും. അത് എന്തുകൊണ്ടാണ് പറയുന്നത്? മുമ്പൊക്കെ നടന്നിട്ടുണ്ട്, പല അക്രമങ്ങളും നടന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു നരനായാട്ട് പള്ളിന്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു പോലീസുകാരനും എവിടെയും നടത്തിയിട്ടില്ല. ഇനി ഉസ്താദ് വരെയും നടത്തിയിട്ടുണ്ട്. എന്നാ ഉസ്താദ് തെളിവും കൊണ്ടുവന്നോ, നമുക്ക് കാണാൻ ആഗ്രഹമുണ്ട്. പല അക്രമങ്ങളും നടക്കുന്ന സമയത്തും പോലീസ് സമീപനം പാലിക്കലാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഏത് ആരാധനാലയം നടക്കുന്ന പ്രശ്നങ്ങൾക്കോ പോലീസ് അവിടെ സമീപനം പാലിക്കുന്ന ഒരു രീതിയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ക്രിസ്ത്യൻ പള്ളികളിലായിക്കോട്ടെ, ഹിന്ദു അമ്പലങ്ങളിലായിക്കോട്ടെ, മുസ്ലിം പള്ളികളിലായിക്കോട്ടെ, കേരളത്തിലെ പോലീസ് കൃത്യമായ സമീപനം പാലിച്ച് അത് നിയന്ത്രിക്കാനുള്ള കഴിവുള്ളവരാണ് പോലീസുകാർ. എന്നാൽ ഇപ്പോഴത്തെ പോലീസ് അങ്ങനെയല്ല. അവിടെയാണ് ഉസ്താദിനെ പോലെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത് RSSകാരാണ്. അവിടെയാണ് വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസുകാരൻ ഈ ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് പള്ളിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നരനായാട്ട് നടത്തുന്നത്. അത് മനസ്സിലാക്കാനുള്ള വിവേകം ഓരോരുത്തരും കാണിക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ.